السلام عليكم ورحمة الله. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. സൂറത്തു ആല ഇമ്രാനിലെ 156 ആയത്ത് മുതലാണ് ഇൻഷാ അല്ലാഹ് നമ്മളിന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا لا تكونوا كالذين كفروا وقالوا لإخوانهم إذا ضربوا في الأرض أو كانوا غزا لو كانوا عندنا ما ماتوا وما قتلوا ليجعل الله ذلك حسرة في قلوبهم والله يحيي ويميت വല്ലാഹു ബിമാ തഅമലൂന ബസീർ. സത്യവിശ്വാസികളായ ആളുകൾ, നിങ്ങൾ കാഫിറുകളെ പോലെ ആകരുത്. ഇത് നേരത്തെ പറഞ്ഞ ഉഹദ് യുദ്ധാനന്തരമുള്ള സാഹചര്യങ്ങൾ, അത് തന്നെ അതിൻ്റെ ഫോളോ അപ്പാണ്. നേരത്തെയുള്ള ആയത്തുകളുടെ തുടർച്ചയായിട്ടാണ് ഇതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിശ്വസിച്ച ആളുകളെ, യല്ലദീനാമനു, വിശ്വസിച്ച ആളുകൾ മുഅ്മിനീങ്ങളോട് പറയാണ്. അപ്പോൾ ഇത് ലോകാവസാനം വരെയുള്ള മുഅ്മിനീങ്ങളോടും അതുപോലെ തന്നെ അന്നത്തെ ആ സാഹചര്യത്തിൽ, യുദ്ധസമാനമായ സാഹചര്യത്തിൽ നിങ്ങളങ്ങനെ ആകരുത്. കാഫിറുകൾ പറയണ പോലെ നിങ്ങളാവരുത്. ഏതുപോലെ? തകൂനു കല്ലദീന കഫറു. കാഫിറുകൾ എന്താണോ പറയണത്? വഖാലു ലി ഇഖ്വാനിഹിം, ഞങ്ങളുടെ സഹോദരങ്ങളില്ലേ, ഇദാ ദറബൂ ഫിൽ അർള്, അവർ സഹോദരങ്ങൾ കച്ചവടത്തിന് ഭൂമിയിൽ സഞ്ചരിക്കുകയോ അല്ലെങ്കിൽ യുദ്ധത്തിന് പുറപ്പെടുകയോ ചെയ്ത് മരണപ്പെട്ടു കഴിഞ്ഞാൽ, ഒരു ദറബൂ ഫിൽ അർള്, മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും കാര്യത്തിന് പുറത്തേക്ക് പോവുകയോ അല്ലെങ്കിൽ യുദ്ധത്തിന് പോവുകയൊക്കെ ചെയ്തിട്ട് അവിടുന്ന് മരണപ്പെട്ടാൽ അവർ, ചില ആൾക്കാർ പറയും, അവർ ഇങ്ങനെയായിരുന്നെങ്കിൽ അങ്ങനെ ആകുമായിരുന്നു. ഇത് ശരിക്കും മുഅ്മിനായ ഒരു മനുഷ്യൻ, മുസ്ലിമായ ഒരു മനുഷ്യന് പറയാൻ പാടില്ലാത്തൊരു വാക്കാണിത്. പാസ്റ്റിൽ നടന്നൊരു കാര്യത്തെ വിലയിരുത്തിയിട്ട്, നീ ഇവിടെ വന്നിരുന്നെങ്കിൽ നീ മരിച്ചു പോലായിരുന്നല്ലോ, അല്ലെങ്കിൽ നീ ഞങ്ങളുടെ കൂടെ ആയിരുന്നു, എനിക്ക് ഈ അബദ്ധം പറ്റൂലായിരുന്നല്ലോ, നീ എന്തിനാണ് നീ അങ്ങോട്ട് പോയത്. ഇത് ഏതെങ്കിലും ഒരു കാര്യത്തെ ക്രിട്ടിസൈസ് ചെയ്യുന്നതിനെ പറ്റിയല്ല പറയുന്നത്. ഇങ്ങനെയുള്ളൊരു വാക്ക്, പദപ്രയോഗം ഉപയോഗിക്കരുതെന്നാണ്. അള്ളാഹിൻ്റെ വിധിയിൽ പൂർണ്ണമായിട്ടും തൃപ്തരാകുക എന്നുള്ളത് വിശ്വാസപരമായിട്ടുള്ള നമ്മുടെ ബാധ്യതയാണ്. അപ്പോൾ കാഫിറുകൾ അങ്ങനെ പറയാറുണ്ട്. ചില ആളുകൾ പറയുന്നത്, ഈ ഉഹദ് യുദ്ധം കഴിഞ്ഞ 300 ആളുകളോളം അങ്ങോട്ട് പിൻവലിഞ്ഞു പോയില്ലേ, അവർ പിൻവലിഞ്ഞ ആളുകൾ മദീനത്ത് ചെന്നിട്ട് ഇവർ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ, ഞങ്ങൾ പോന്നപ്പോൾ ഞങ്ങളുടെ കൂടെ പോരാമായിരുന്നില്ലേ നിങ്ങൾക്ക്? എന്തായിപ്പോൾ നിങ്ങൾ 3000 പേരോട് യുദ്ധം ചെയ്യാൻ പോയിട്ട് ഇപ്പം എന്താ ഇത്രയും പേരുടെ ജീവൻ നഷ്ടമായില്ലേ എന്ന് അവർ പറഞ്ഞ് ഇവരെ മാനസികമായിട്ട് കളിയാക്കുന്നൊരു സാഹചര്യം മദീനയിലുണ്ടായി. അതുകൊണ്ട് അതുപോലെ നിങ്ങളാകരുത്. ഇത് അള്ളാഹിൻ്റെ ഖദറാണ്, ഇത് അള്ളാഹിൻ്റെ തീരുമാനമാണ്. ഉഹദ് യുദ്ധത്തിൽ നിങ്ങൾക്ക് വിശ്വാസികൾക്ക് ഇത്ര വലിയ നഷ്ടമുണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം വിശ്വാസപരമായി ബദറിൽ നിങ്ങൾ പോയ ആ ഈമാനോടെയല്ല ഉഹദിലേക്ക് മിക്ക ആളുകളും പോയിട്ടുള്ളത്. ഒന്ന്, നിങ്ങളുടെ അതിരറ്റ ഓവർ കോൺഫിഡൻസ് ഇതിലുണ്ടായി. മാത്രമല്ല, നിങ്ങൾക്ക് ചില വീഴ്ചകൾ, അത് എണ്ണി 1 മുതൽ ഇങ്ങനെ പറയുന്നുണ്ട്. എണ്ണി വിശ്വാസികൾക്ക് സംഭവിച്ച വീഴ്ചകൾ എന്തൊക്കെയാണ് എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇവർ. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയുള്ള വർത്തമാനങ്ങളൊന്നും പറയരുത്. വിശ്വാസികളോട് പറയാം, ഇവർ ഞങ്ങളുടെ അടുത്താണെങ്കിൽ നിങ്ങൾ മരിക്കൂലായിരുന്നു, നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ പോരായിരുന്നില്ലേ എന്നൊക്കെ അവർ പറഞ്ഞ് പരത്താൻ തുടങ്ങി. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള വർത്തമാനങ്ങൾ, അപ്പോൾ ഇങ്ങനെയുള്ള അള്ളാഹു അവരുടെ മനസ്സുകളിൽ ഇതൊക്കെ ഒരു സങ്കടമാക്കിയിട്ട് വെക്കുകയാണ്. ദുനിയാപ്രേമികളായ ഭൗതിക പൂജകരായ മനുഷ്യന്മാർ, ഇവരുടെ മനസ്സിൽ ഇതൊക്കെ ഒരു തരത്തിലുള്ള മാനസികമായിട്ടൊരു സങ്കടമായിട്ട് ഇങ്ങനെ മരണപ്പെട്ടു. പക്ഷെ ഇത് യഥാർത്ഥത്തിൽ മരണപ്പെട്ടവർ മരിച്ചിട്ടില്ലല്ലോ. മരിപ്പിക്കുന്നതും ജീവിപ്പിക്കുന്നതും അള്ളയാണ്. ഇതൊക്കെ ഒരു നഷ്ടബോധമായിട്ടാണ് അവർക്ക് തോന്നുക. എന്ന് വെച്ചാൽ മദീനയിലേക്ക് തിരിച്ചു പോയിട്ടുള്ള അവരെ സംബന്ധിച്ച് അവർക്ക് ഇതൊരു നഷ്ടക്കച്ചവടമായിട്ടാണ് തോന്നുക. ഉഹദ് യുദ്ധത്തിൽ അവർ മരണപ്പെട്ടല്ലോ, ശരിക്കും മരണപ്പെട്ടവരല്ല. അള്ളാഹിൻ്റെ അടുക്കൽ രക്തസാക്ഷിത്വത്തിൻ്റെ പ്രതിഫലം, ഉന്നതമായ അവസ്ഥയിൽ അവർക്ക് വിശ്വാസികൾക്ക് എത്താൻ പറ്റി, അതവർക്ക് അറിയില്ല. വല്ലാഹു യുഹ്യി വ യുമീത്, അള്ളയാണ് മരിപ്പിക്കണം ജീവിപ്പിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആ തരത്തിലുള്ള വർത്തമാനങ്ങൾ ഒരിക്കലും, ഇത് നമ്മൾ ഇതൊന്നും വേണ്ട, യുദ്ധമൊന്നും വേണ്ട. നമ്മുടെ നാട്ടിൽ നമ്മുടെ വീട്ടിലൊരു മകൻ
മൂത്ത മകൻ വണ്ടി എടുത്തിട്ട് പോണ്, ഒരു ആശുപത്രിക്കോ എന്തെങ്കിലും ഒരു കാര്യത്തിൽ പോണ വഴിയിൽ വെച്ച് മരണപ്പെടുന്നു. പിന്നെ നമ്മൾ പറയാൻ പാടില്ല ആ ഓൻ പോയത് ഞാൻ പറഞ്ഞിട്ടാ പോയത്, അല്ല നീ പറഞ്ഞിട്ടല്ലേ പോയത് എന്നിട്ടല്ലോ മരിക്കേണ്ടി വന്ന് എന്നൊന്നും നമ്മൾ പിന്നെ പറയാൻ പാടില്ല. അള്ളാഹിൻ്റെ വിധിയാണ്, വിധിയെ പൂർണ്ണമായി നമ്മൾ സ്വീകരിക്കുക. അതാണ് വിശ്വാസപരമായിട്ട് നമ്മുടെ ബാധ്യതയാണ്. അതാണ് ഖദറിലുള്ള വിശ്വാസം, ഈമാനിൻ്റെ വിശ്വാസപരമായ കാര്യം കൂടിയാണ് എന്ന് അത് നമുക്കും ഇതിൽ നിന്നുള്ള പാഠമാണ്. വല്ലാഹു ബിമാ തഅമലൂന ബസീർ. നിങ്ങൾ ചെയ്യുന്നതൊക്കെയും അള്ളാഹ് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, അതുകൊണ്ട് സൂക്ഷിക്കുക. വലഇൻ ഖുതിൽതും ഫീ സബീലില്ലാഹി ഔ മുത്തും ലമഗ്ഫിറതും മിനല്ലാഹി വറഹ്മത്തുൻ ഖൈറും മിമ്മാ യജ്മഊൻ. ഇനി അള്ളാഹിൻ്റെ മാർഗത്തിൽ ഒരാൾ വധിക്കപ്പെട്ടു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഇനി മൗത്തായി മരണപ്പെട്ടു എന്ന് വിചാരിക്കുക. അങ്ങനെ ഉറപ്പായും അള്ളാഹുവിൽ നിന്നുള്ള പാപമോചനവും അതിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നിങ്ങൾക്ക് അള്ളാഹിൻ്റെ കാരുണ്യവും റഹ്മത്തും പാപമോചനവും അള്ളാഹിൻ്റെ അടുക്കൽ നിന്ന് കിട്ടുമെങ്കിൽ അതിനേക്കാൾ വലിയ ഭാഗ്യം എന്താ ഉള്ളത് വേറെ? ഒരാൾ മരണപ്പെടുന്നു അള്ളാഹിൻ്റെ മാർഗത്തിൽ, ഒരാൾ ഇങ്ങനെയുള്ള ഒരു അള്ളാഹിൻ്റെ വഴിയിൽ യാത്ര ചെയ്യുന്ന സമയത്തുള്ള മരണമാണ്. ഇപ്പോൾ സ്കൂൾ വിദ്യാഭ്യാസത്തിന് പോകുന്ന എഡ്യൂക്കേഷൻ, രാവിലെ വീട്ടിൽ നിന്ന് സ്കൂൾ ബാഗും തൂക്കി പോകുന്ന കുട്ടികളടക്കം അള്ളാഹിൻ്റെ മാർഗത്തിൽ എന്നാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ അവർ ഫീ സബീലില്ലയാ. രാവിലെ വീട് വിട്ടിറങ്ങിയിട്ട് സ്വന്തം കുടുംബത്തിന് വേണ്ടി ഹലാലായ അധ്വാനിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന, ഓഫീസിലേക്ക് പോകുന്ന ബാപ്പയും ബിസ്മി ചൊല്ലി തവക്കുല് ചെയ്ത് പോകുന്ന ഫീ സബീലില്ലേ അള്ളാഹിൻ്റെ മാർഗത്തിലാണ്. അവരൊക്കെ മരണപ്പെടുന്നുണ്ടെങ്കിൽ അതവർക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള പാപമോചനമുണ്ട്. പക്ഷെ അവർ ഹലാലായി ജീവിക്കുന്നവരാണ് കേട്ടോ, മുഅ്മിനീങ്ങളായിട്ട് ജീവിക്കുന്നവരാണ് എങ്കിൽ അള്ളാഹു അവർക്ക് റഹ്മത്ത് നൽകുന്നതാണ്, അള്ളാഹു മഗ്ഫിറത്ത് നൽകുന്നതാണ്, അവർക്ക് അള്ളാഹു ഒരുപാട് ഖൈറ് നൽകുന്നതെങ്കിൽ അത് ഏറ്റവും വലിയ ഉത്തമമായ കാര്യം അതുതന്നെയാണ്. ഈ ദുനിയാവിൽ നിങ്ങൾ വാരിക്കൂട്ടുന്ന സമ്പത്തിനേക്കാൾ, നിങ്ങൾ കുറച്ച് ആയുസ് അധികം കിട്ടുന്നതിനേക്കാൾ നല്ലത് പെട്ടെന്നങ്ങ് അള്ളാഹിൻ്റെ മാർഗത്തിൽ രക്തസാക്ഷിത്വം വരിക്കല നല്ലത്. വലഇൻ മുത്തും ഔ ഖുതിൽതും ലാ ഇലല്ലാഹി തുഹ്ശറൂൻ. വലഇൻ മുത്തും, ഇനി നിങ്ങൾ മരിക്കട്ടെ അല്ലെങ്കിൽ വധിക്കപ്പെടാം, ഖുതിൽതും, ഇനി അള്ളാഹിൻ്റെ മാർഗത്തിൽ എന്തായാലും ഇലല്ലാഹ്, എല്ലാം തിരിച്ചിട്ട് അള്ളാഹിൻ്റെ അടുക്കലേക്കല്ലേ നിങ്ങൾ മരിച്ചു വരേണ്ടത്. മരിക്കാതെ ആവട്ടെ, അല്ലെ ഇനി ജീവിക്കട്ടെ, എന്താവട്ടെ, വധിക്കപ്പെട്ടാലും മരിച്ചാലും ഒക്കെ നിങ്ങൾ തിരിച്ചു വരേണ്ട എൻ്റെ അടുത്തേക്കല്ലേ. അപ്പോൾ പാപമോചനത്തോടെ ഒരാൾ മരണപ്പെട്ട് അള്ളാഹിൻ്റെ റഹ്മത്ത് നേടിക്കൊണ്ട് ഒരാൾ മരണപ്പെടുന്നുണ്ടെങ്കിൽ അതല്ലേ നല്ലത്. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും. അള്ളാഹിൻ്റെ റഹ്മത്ത് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയണമല്ലോ, അങ്ങനെയൊക്കെ പറഞ്ഞോട്ടെ. യുദ്ധത്തിൽ 50ഓളം ആളുകൾ, അമ്പെയ്ത്തുകാരായ ആളുകൾ അവിടുന്ന് ഗനീമത്ത് മുതൽ എടുക്കാൻ വേണ്ടിയിട്ട് ഉഹദിൻ്റെ രണാങ്കണത്തിൽ വന്നുകൊണ്ട് വലിയ അപകടം ഉണ്ടായി. ഒക്കെ ശരിയാണ്. അള്ളാഹുവിൻ്റെ റസൂലേ, ഫബിമാ റഹ്മത്തിൻ മിൻ അല്ലാഹുവിൻ്റെ റസൂലുണ്ട് ലിൻത ലഹും വലൗ കുൻത ഫദ്ദൻ ഗലീദൽ ഖൽബി ലൻഫദ്ദൂ മിൻ ഹൗലിക്. നീ നിൻ്റെ അള്ളാഹിൻ്റെ കാരുണ്യം കൊണ്ടാണ് നീ ലിൻതലഹും, നീ ഒരു സൗമ്യപ്രകൃതനായത് കൊണ്ടാണ്. അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ തെറ്റാണ്. അവരെ തലയെടുക്കേണ്ട വിഷയമാണിത്. നാട്ടിൽ ചെന്ന് മദീനത്ത് ചെന്നിട്ട് ആ തിരിഞ്ഞു നിന്ന് ഓടിയവരെയും കൂടെ നിന്ന് ചതിച്ചവരെയൊക്കെ തലയെടുക്കേണ്ട കേസാണ്. പക്ഷേ നീ സൗമ്യനായത് അള്ളാഹിൻ്റെ റഹ്മത്താണത്. അവരോട് പറഞ്ഞേക്ക് അങ്ങനെയുള്ള വർത്താനമൊന്നും പറയണ്ട. ഞങ്ങൾ 300 ആളുകൾ ഞങ്ങൾ തിരിച്ചു പോയിട്ടുള്ളത് കൊണ്ട് ഞങ്ങൾ ജീവൻ രക്ഷപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് വലിയ വമ്പത്തരം പറയണ്ട. അള്ളാഹിൻ്റെ റസൂല് സൗമ്യപ്രകൃതനായതുകൊണ്ടാണ് നിങ്ങൾ രക്ഷപ്പെട്ട, അല്ലെങ്കിൽ അള്ളാഹിൻ്റെ റസൂൽ നിങ്ങളെ കൈകാര്യം ചെയ്തേനെ എന്ന ഒരു ധ്വനി ഇതിലുണ്ട്. വലൗ കുൻത ഫദ്ദൻ ഗലീദൽ ഖൽബ്. അതുകൊണ്ട് നീ അഥവാ ഇനി പരുഷപ്രകൃതനും കഠിന മനസ്കനുമായിരുന്നെങ്കിൽ നിൻ്റെ ചുറ്റും നിന്ന് അവരൊക്കെ പിരിഞ്ഞു പോകേണ്ടി വരുമായിരുന്നു. ഫദ്ദു ഹൗലിക്. അവർക്ക് അങ്ങനെ ആ ഒരു ദീനിയായ ചുറ്റുവട്ടത്തിലും സാഹചര്യത്തിലും റസൂലിനോട് ചേർന്ന് നിൽക്കാൻ അവർക്ക് സാധിച്ചതും ഈ സൗമ്യ പ്രകൃതം കൊണ്ടാണ്. അതുകൊണ്ട് നബിയെ ഫഅഫു അൻഹും വസ്തഗ്ഫിർ ലഹും വശാവിർഹും ഫിൽ അംർ. അതുകൊണ്ട് അവർക്ക് മാപ്പ് കൊടുക്കുക, അവരുടെ ഇസ്തിഗ്ഫാർ ചെയ്യുക, അവർക്ക് വേണ്ടി പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഒരു വലിയ തെറ്റാ ചെയ്തത്.
സ്വന്തം നാടിനെ, രാജ്യത്തെ വഞ്ചിച്ചവർ എന്ന ഒരു ആ രീതിയിൽ. പക്ഷേ യഥാർത്ഥത്തിൽ അവർ ചിന്തിച്ചത്, അവരങ്ങനെ വഞ്ചിക്കൊന്നുമല്ല ചെയ്തത്. അവർ ചിന്തിച്ചത് യുദ്ധം ഏകദേശം കഴിഞ്ഞു. ഉഹദ് യുദ്ധത്തിൽ 3000-ഓളം വരുന്ന ഭടന്മാരതാ പിന്തിരിഞ്ഞു വിടുന്നു. ഖുറൈശിപ്പടതാ പോണ്, തോറ്റു പിന്നം പറ അവരുടെ ഗനീമത്ത് മുതലൊക്കെ താഴുണ്ട്. അപ്പോൾ ഒരു പക്ഷേ മദീനത്ത് ചെന്നാൽ ഞങ്ങൾക്ക് ഇത് ഒരു പക്ഷേ നീതിപൂർവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് ഈ യുദ്ധം മുതലൊക്കെ കിട്ടുമോ ഇല്ലേ എന്നുള്ളൊരു ശക്ക്. എല്ലാവരും അവിടെ നിന്ന് ഇറങ്ങി ഓടിയിട്ടില്ല കേട്ടോ. ആ മതിലിൻ്റെ മേലെ കുറച്ച്, ആ മലയുടെ മേലെ, ഉഹദ് മലയുടെ മേലെ കുറച്ച് പേരുണ്ടായിരുന്നു. എന്നാൽ ആവട്ടെ, ഈ ഇറങ്ങി ഓടിയവരുടെ മനസ്സിൽ അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ അങ്ങനെ, ഏതായാലും യുദ്ധം കഴിഞ്ഞു, അവരൊക്കെ ശത്രുക്കളതാ പോണ്, ഇനിയിപ്പോൾ ഇവിടെയുള്ള വീണ് കിടക്കുന്നതൊക്കെ നമുക്ക് എടുക്കാമല്ലോ, അങ്ങനെ ഒരു ഉദ്ദേശത്തിൽ ഇറങ്ങി. അല്ലാതെ ഒരു വലിയ ഓർഡർ ലംഘിച്ചു എന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല ഒരു വശം നോക്കുകയാണെങ്കിൽ. എന്നാലാവട്ടെ ഇസ്തിഗ്ഫാറിന് വേണ്ടി പ്രാർത്ഥിക്കുക. എന്നാൽ അവരുടെ കാരണം ചോദിക്കണം. മദീനത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് വില്ലാളികളോടൊക്കെ വരാൻ പറഞ്ഞു. ഓരോരുത്തരോടും കാരണം ചോദിക്കുന്നുണ്ട്. എന്തേ പറ്റി, നീ എന്തിനാ ഓടിയത്, ഓരോരുത്തരോടും ചോദിക്കുകയാണ്. അതൊരു ബോധ്യപ്പെടുത്തലാണ് അവരെ. فإذا غزمت فتوكل على الله إن الله يحب المتوكلين. അതുകൊണ്ട് അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുക. ജീവിതവും മരണവും യുദ്ധവും സാഹചര്യങ്ങളും പ്രശ്നങ്ങളും എല്ലാം അള്ളാഹു നൽകുന്നതാ. അള്ളാഹുവിൻ്റെ വിധിയാണ് നടന്നതും. അതുകൊണ്ട് ഇസ്തിഗ്ഫാർ നടത്തുക. വില്ലാളികൾക്ക് വേണ്ടി അല്ലെങ്കിൽ യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോയവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ കൊടുത്ത് അഫോ ചെയ്യാതെ വിട്ടുകൊടുക്കുക. അള്ളാഹു തീർച്ചയായും തവക്കുൽ ചെയ്യുന്നവരെ അതിയായി ഇഷ്ടപ്പെടുന്നു. വലിയൊരു പാഠമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോക ജനതയോട് അഫൂ ചെയ്യാൻ ജീവിതത്തിൽ വലിയൊരു മൂല്യമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ ആയത്തിലൂടെ അള്ളാഹ് കൽപ്പിക്കുകയാണ്. അവരോട് പൊരുത്തപ്പെട്ടു കൊടുക്കുക. അവർ ചെയ്തതൊക്കെ തെറ്റന്നെയാണ്, പക്ഷേ വിട്ടുവീഴ്ചയാണ്. സമൂഹത്തിൻ്റെ നല്ലൊരു സുഭദ്രവും സുരക്ഷിതവുമായ ഒരു നാഗരികതയുടെ നിർമ്മാണത്തിന് നാന്ദി കുറിക്കേണ്ട സന്ദർഭം. അപ്പം അതിനൊന്നും ഷണ്ട കൂടേണ്ട സമയമല്ല. നീ പരുഷപ്രകൃതനാകരുത്. നീ അഫൂവ് ചെയ്തെടുക്കുക. മദീനക്കാരോട്, നിൻ്റെ ചുറ്റുവട്ടത്തുള്ളവരോട് അഫൂവ് ചെയ്തെടുക്കുക. അള്ളാഹു നിങ്ങളെ സഹായിക്കുന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല. അള്ളാഹിൻ്റെ സഹായം നിങ്ങൾക്ക് ഉഹദ് യുദ്ധത്തിൽ അള്ളാഹ് തരാതിരുന്നിട്ടില്ല എന്നല്ല, ചില കാരണത്താൽ ചില പ്രയാസങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹുവിൻ്റെ ഫിത്ന, അള്ളാഹിൻ്റെ പരീക്ഷണമാണ്. وَإِن يَخْذُلْكُمْ فَمَنْ ذَا الَّذِي يَنْصُرُكُمْ مِنْ بَعْدِهِ وَعَلَى اللَّهِ فَلْيَتَوَكَّلِ الْمُؤْمِنُونَ. അങ്ങനെ അള്ളാഹു നിങ്ങളെ ഇനി അഥവാ കൈവടിയുന്നെങ്കിൽ പിന്നെ നിങ്ങളെ സഹായിക്കാൻ മറ്റാരുമില്ല. അതും കൂടി മനസ്സിലാക്കണം. ഈ യൻസുറുക്കും അല്ലാഹു ഫലാ ഗാലിബ ലക്കും. അല്ലാഹ് സഹായിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ ഒരു കാരണവശാലും നിങ്ങളെന്ത് ചെയ്യാൻ പറ്റില്ല, തോൽപ്പിക്കാനായിരിക്കും കഴിയില്ല. എന്നാൽ വഇൻ യഖ്ദുൽകും ഫമൻ ദല്ലദി യൻസുറുക്കും മിൻ ബഅദി, അള്ളാഹ് നിങ്ങളായിട്ട് ഒഴിവാക്കിയാൽ, കൈവിട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ സഹായിക്കാൻ ആരാളുള്ളത്? അതുകൊണ്ട് വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ. അതുകൊണ്ട് സത്യവിശ്വാസികൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്നവർ, അള്ളാഹിൻ്റെ ദീനിൻ്റെ വഴിയിൽ ജീവിക്കുന്നവർ അള്ളാഹുവിലേക്ക് തവക്കുൽ ചെയ്യട്ടെ. അത് ജീവിതത്തിൻ്റെ ഏതേത് പ്രതിസന്ധികളിലും അങ്ങനെ തന്നെ. അത് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ ജീവിതത്തിലും ഏത് പ്രതിസന്ധിയിലും അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുക എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈമാനിൻ്റെ ഭാഗം. അത് മരണമാവട്ടെ, കൊല്ലപ്പെടലാവട്ടെ, ഏത് വിഷയമായാലും. വമാ കാന ലിനബിയ്യിൻ അൻ യഗുൽ. അപ്പോൾ ഇവിടെ ചെറിയ വഞ്ചന, അള്ളാഹിൻ്റെ റസൂൽ നിങ്ങളെ വഞ്ചിക്കുമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വിവേചനം കാണിക്കുമോ എന്നുള്ള ഭയം നിങ്ങൾക്ക് വേണ്ട. ومن يغلل يأتي بما غل يوم القيامة. ഇനി ആരെങ്കിലും വല്ലതും വഞ്ചിച്ചെടുത്താൽ ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ അള്ളാഹു അയാളെ തൻ്റെ ചതിക്കെട്ടുമായിട്ടാണ് അള്ളാഹിൻ്റെ മുമ്പിലെത്തുക. ദുനിയാവിൽ ഇനി പ്രവാചകനാവട്ടെ അതല്ലാത്തവരാകട്ടെ ഏതെങ്കിലും രീതിയിൽ വഞ്ചന കാണിച്ചാൽ, ജീവിതത്തിൽ എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ളവരെ, എല്ലാ അള്ളാഹിൻ്റെ കലാമ് കേൾക്കുന്നവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ കൊച്ചു കൊച്ചു വിഷയങ്ങളാവട്ടെ വലിയ വലിയ കാര്യങ്ങളാകട്ടെ, 1 രൂപയെങ്കിലും അന്യൻ്റെ മുതൽ നിങ്ങളുടെ കയ്യിൽ
കയ്യിലുണ്ടോ? അന്യൻ്റെ ഏതെങ്കിലും ഒരു സ്വത്ത് അവിഹിതമായി നിങ്ങൾ കെട്ടെടുത്തിട്ടുണ്ടോ? നിങ്ങൾ എന്തെങ്കിലും അങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടോ? പരമ്പരാഗതമായി കിട്ടേണ്ട സ്വത്ത് കൃത്യമായി വീതം വെക്കുന്ന വിഷയത്തിൽ, പാരമ്പര്യ സ്വത്തിൻ്റെ വിതരണം നടക്കുന്ന സന്ദർഭത്തിൽ, മാതാപിതാക്കൾ മരണപ്പെട്ടു പോയ ശേഷം വസിയ്യത്ത് എഴുതി വെക്കുന്ന വിഷയത്തിലടക്കം, ജീവിതത്തിൽ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് പല മേഖലകളിലും പ്രവർത്തിക്കുന്നവരാ പ്രിയമുള്ളവരെ, ചോദിക്കട്ടെ, നിങ്ങൾ എന്തെങ്കിലും ജീവിതത്തിൽ ഒരു രൂപയെങ്കിലും സഹോദരൻ്റെ, കുടുംബ ബന്ധുവിൻ്റെ, അയൽവാസിയുടെ, സുഹൃത്തുക്കളുടെ, അല്ല ഇനി ഒന്നും അറിയാത്ത ഒരുത്തൻ ഒരു അങ്ങാടിയിൽ കച്ചവടം നടത്തുമ്പോൾ ഏതോ ഒരുത്തൻ വന്നൊരു സാധനം വാങ്ങുമ്പോൾ വിലയൽപ്പം ഒന്ന് കൂട്ടിപ്പറഞ്ഞൊരു 10 രൂപ നിങ്ങൾ അധികം വാങ്ങിയിട്ടുണ്ടെങ്കിൽ, ജീവിതത്തിൽ പ്രിയമുള്ളവരെ നിങ്ങൾ കാണിച്ചത് വഞ്ചനയാ. അള്ളാന്റെ കോടതിയിൽ നാളെ നിങ്ങൾ ശിക്ഷിക്കപ്പെടും. ആ തൊണ്ടി മുതലുമായി റബ്ബിൻ്റെ മുമ്പിൽ നാളെ കോടതിയിൽ ഹാജരാക്കപ്പെടും. ദുനിയാവിലെ കോടതി പോലെയല്ല. പണത്തിൻ്റെ സ്വാധീനം നടക്കൂല. വേറെ എന്തെങ്കിലും രാഷ്ട്രീയമായ സ്വാധീനത്തിലൊക്കെ കാര്യങ്ങൾ നേടിയെടുക്കാൻ ഈ ദുനിയാവിലെ കോടതികളിൽ സാധിച്ചേക്കാം. പക്ഷെ അള്ളാന്റെ കോടതി അതല്ല. കഠിനമായ ശിക്ഷയാ ലഭിക്കുക. അത് പ്രവാചകരാവട്ടെ അതല്ലാത്തവരാകട്ടെ, പടച്ചോന്റെ മുമ്പിൽ കൊണ്ടുപോയി നിൽക്കേണ്ടി വരുമെന്ന ഉത്തമ ബോധ്യത്തോടെ മാത്രം നമ്മൾ അള്ളാന്റെ കലാമ് കേൾക്കുക. അസ്തഗ്ഫിറുല്ലാ പറയാം. അസ്തഗ്ഫിറുല്ലാ. അല്ലാഹുവേ, ജീവിതത്തിൽ അങ്ങനെ എന്തെങ്കിലും വന്നു പോയിട്ടുണ്ടെങ്കിൽ, അറിഞ്ഞോണ്ടല്ല ഞങ്ങളാരും ചെയ്തിട്ടില്ല, വന്നു പോയിട്ടുണ്ടെങ്കിൽ പുറത്തു തരണേ അല്ല. അനർഹമായിട്ട് ഒന്നും നേടാൻ പാടില്ല. ഒന്നും എന്ന് പറഞ്ഞാൽ ഒന്നും അർഹതപ്പെട്ടതല്ലാത്ത, ഇത് എനിക്ക് അർഹതപ്പെട്ടതല്ല. അത് പോണ വഴിയിൽ റോട്ടിൽ ഒരു നിധി കിട്ടിയെന്ന് വിചാരിക്കുക, 1,00,000 രൂപയുടെ ഒരു ബാഗ്, ആളില്ല, ആരും അന്വേഷിച്ച് വരണില്ല, നമ്മൾ പലയിടത്തും അത് നമുക്കത് ഉപയോഗിക്കാനുള്ള അർഹതയില്ല എന്നാണ് പ്രിയമുള്ളവർ. നമ്മളങ്ങനെ വിശ്വസിക്കണം. നമ്മൾ അധ്വാനിച്ചല്ലാതെ, നമ്മുടെ അധ്വാന ഫലമായല്ലാതെ നമ്മൾ നേടിയെടുക്കുന്നത് ഹലാലാകൂല. അതുകൊണ്ട് വഞ്ചനയിലെയും ചതിയും പൂഴ്ത്തിവെപ്പും നടത്തി ഇതൊക്കെ ചെയ്തിട്ട് എങ്ങനെയാണ് അള്ളാഹിൻ്റെ മുമ്പിൽ പോയിട്ട് സുജൂത്ത് ചെയ്യാൻ സാധിക്കുന്നത്? ഒരിക്കലും അത് സാധിക്കില്ല. അങ്ങനെ ചെയ്യുന്ന ആളുകൾ കപട്ടന്മാരാണ്, മുനാഫിക്കാണ്. അവരൊക്കെ പടച്ചവൻ്റെ കോടതിയിൽ, നമ്മൾ ഈ പരലോകം എന്നൊക്കെ പറഞ്ഞാലേ പടച്ചവൻ്റെ കോടതിയിൽ എല്ലാവരും ചെന്ന് നിൽക്കുമ്പോൾ ഇതൊക്കെ പുറത്ത് കൊണ്ടുവരും, എല്ലാ ഉള്ളുകള്ളിയും പുറത്ത് കൊണ്ടുവരും. ഇന്നിവിടൊക്കെ നീതി നിഷേധിക്കാൻ പറ്റും. ഭാര്യ ഭർത്താവിനോട് അനീതി ചെയ്യുന്നവരുണ്ട്, ഭർത്താവിനോട് ഭാര്യ ചെയ്യുന്ന അനീതി, ഇതൊക്കെ ഇവിടെ അങ്ങ് രക്ഷപ്പെടും. ചിലപ്പോൾ കുടുംബഫലത്തിലും മറ്റ് പല സ്വാധീന ഫലമായിട്ടൊക്കെ നമുക്ക് ആളുകളെ പറ്റിക്കാനും കൊച്ചാക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സാധിക്കും. പക്ഷെ നാളെ പടച്ചവൻ്റെ മുമ്പിൽ എല്ലാം നിരത്തി വെക്കുന്ന വിചാരണയുടെ, തുറന്ന വിചാരണയെ ഭയപ്പെടുക, ഹിസാബിനെ ഭയപ്പെടുക എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ കോടതിയിൽ എല്ലാറ്റിനും കണക്ക് പറയേണ്ടി വരും. ثم توفى كل نفس ما كسبت وهم لا يظلمون. ഓരോ മനുഷ്യന്മാരും ഓരോന്നും പ്രവർത്തിച്ചതിൻ്റെ ഫലം പൂർണ്ണമായി നൽകും. സമ്പാദിക്കുക, കസബത്ത് എന്ന് പറഞ്ഞാൽ സമ്പാദിക്കുക, നേടിയെടുത്തത്. നമ്മൾ എന്തൊക്കെ നേടി, നമ്മൾ പറയില്ലേ, അധികാരം, പണം, പ്രശസ്തി, പലതും ഞാൻ നേടി ഈ ദുനിയാവിലെ ജീവിതത്തിൽ. നേടിയതിൻ്റെ കണക്കല്ല, നഷ്ടത്തിൻ്റെ കണക്കാണ് നാളെ പടച്ചവൻ പറയാൻ പോണത്. അള്ളാൻ്റെ മുമ്പിൽ നമ്മൾ നേടിയതല്ല, നേടിയത് എങ്ങനെ നേടി, അതിൻ്റെ വഴിയും ഹലാലാക്കണം, എല്ലാം ഹലാലാകണം. ഹലാൽ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ ചതിച്ചും വഞ്ചിച്ചും നേടി ഒന്നുകൊണ്ടും ഈ ദുനിയാവിൽ നിങ്ങൾ അല്പം സുഖം, അല്പകാലത്തേക്കുള്ള സുഖം നിങ്ങൾക്ക് ലഭിച്ചേക്കാം. പക്ഷേ പരലോകത്ത് ഇതൊക്കെ അള്ളാൻ്റെ കണക്കിലുണ്ട്. അതുകൊണ്ട് ഓരോരുത്തരും ഇസ്തിഗ്ഫാറിൻ്റെ മനസ്സോടുകൂടെ അള്ളാഹുവിൻ്റെ കലാമ് കേൾക്കുക. ജീവിതത്തിൽ ഒരിക്കലും ഒരു മനുഷ്യനെയും ഒരു രൂപയ്ക്ക് വേണ്ടി പോലും പറ്റിക്കുന്ന അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. പണമാവട്ടെ മറ്റു പലതും ആവട്ടെ, നമ്മളങ്ങനെ നേടാൻ പാടില്ല. അള്ളാഹുവേ, സർവശക്തനായ റബ്ബേ, ഞങ്ങളെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. ജീവിതത്തിൽ അങ്ങനെയുള്ള ഒരു ചിന്തയിലേക്ക് പോലും ഞങ്ങളെ വരുത്തല്ലേ അല്ലാ. പട്ടിണി കിടക്കേണ്ടി വന്നാലും, പ്രയാസങ്ങളും ദാരിദ്ര്യവുമായിട്ട് ജീവിക്കേണ്ടി വന്നാലും, അള്ളാഹു ഹറാമിൻ്റെ വഴിയിൽ സമ്പാദിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ അല്ലോ. ഞങ്ങളുടെ മനസ്സിനെ അങ്ങനെ ഒന്ന് കൊണ്ടുപോകല്ലേ അല്ലാ. ഞങ്ങളുടെ സഹോദരങ്ങളെ, കൂടപ്പിറപ്പുകളെ, പല വാർത്തകളും നമ്മൾ കേൾക്കണം. അള്ളാഹുവെ, കൂടപ്പിറപ്പുകൾ, രക്തബന്ധുക്കൾ, അവരുടെയൊക്കെ അവകാശങ്ങൾ പിടിച്ചു വച്ചിട്ട് എന്തുണ്ടാക്കാനാണ്, എന്തിനു വേണ്ടിയാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്? അള്ളാഹുവേ, അങ്ങനെയൊക്കെ ചെയ്യുന്ന പല വേദന തോന്നുന്ന വർത്തമാനങ്ങൾ പലരുടെയും ജീവിതത്തിൽ ഇങ്ങനെ കേൾക്കുന്ന
കേൾക്കുന്ന ധാരാളമായിട്ട്. അള്ളാഹുവേ, അങ്ങനെയുള്ള വ്യക്തികളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തല്ലേ അല്ലാ. ഞങ്ങളെ ഖുർആൻ്റെ അഹലുകാരാക്കണേ, ഞങ്ങളെ മുഹ്സിനീങ്ങളാക്കണേ, ഞങ്ങളെ മുഖ്ലിസീങ്ങളാക്കണേ. അള്ളാഹുവേ, ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ, ഞങ്ങളുടെ ദുആകൾ സ്വീകരിക്കണേ അല്ലാ. നെഞ്ചു പൊട്ടി നിന്നോട് ദുആ ചെയ്യാ റബ്ബേ, ഞങ്ങൾക്ക് നിൻ്റെ അഹലുകാരാക്കണേ, ഖുർആൻ്റെ അഹലുകാരാക്കണേ. അള്ളാഹുവേ, ഞങ്ങളുടെ ദീനിനെ ശരിയായ അവസ്ഥയിൽ നിലനിർത്തണേ അല്ലാ. അള്ളാഹുവേ, ഞങ്ങളുടെ കൽഭകങ്ങളിൽ ഈമാൻ കൊണ്ട് പ്രകാശിതമാക്കണേ അല്ലാ. ഏതേത് പ്രതിസന്ധിയിലും തവക്കുൽ ചെയ്യാൻ, നിന്നിലേക്ക് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, മരണങ്ങൾ ഉണ്ടാകുമ്പോൾ, സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പോൾ, കടം വരുമ്പോൾ, അള്ളാഹുവേ, രോഗം കൊണ്ട് വേദന കൊണ്ട് പ്രയാസപ്പെടുമ്പോൾ എല്ലാം അള്ളാഹുവേ, നിന്നിലേക്ക് തവക്കുൽ ചെയ്യാൻ തൗഫീഖ് ചെയ്യണേ റബ്ബേ. അള്ളാഹുവേ, ഞങ്ങളുടെ സംസാരത്തെ നന്നാക്കി തരണേ അല്ലാ. ഹലാലായിട്ടുള്ള സമ്പാദ്യം തരണേ അല്ലാ. ഹറാമിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകല്ലേ അല്ലാ. അള്ളാഹുവേ, ഞങ്ങളുടെ മനസ്സിനെ ശുദ്ധീകരിക്കണേ അല്ലാ. അള്ളാഹുവേ, ഞങ്ങളുടെ മനസ്സിൻ്റെ കൽഭകങ്ങളിൽ ഈമാൻ നിറക്കണേ അല്ലാ. വിശ്വാസത്തെ പൂർത്തിയാക്കണേ അല്ലാ. നിൻ്റെ മുമ്പിൽ 5 നേരം സുജൂദിൽ വീഴാൻ തൗഫീഖ് ചെയ്യണേ അല്ലാ. അള്ളാഹുവേ, ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ റഹ്മത്തും ബർക്കത്തും തരണേ അല്ലാ. പിശാചിന് ഇടം കൊടുക്കല്ലേ അല്ലാ. ദാമ്പത്യ ജീവിതം നന്നാക്കി തരണേ അല്ലാ. അള്ളാഹുവേ, മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. അള്ളാഹുവേ, മാതാപിതാക്കളെ സ്നേഹത്തോടെ പരിചരിക്കാൻ തൗഫീഖ് ചെയ്യണേ അല്ലാ. അള്ളാഹുവേ, ഞങ്ങളുടെ കുടുംബ ജീവിതവും അള്ളാഹുവേ, ഞങ്ങളുടെ മരണം വരെയുള്ള ജീവിതവും ഇസ്ലാമികമായ ഒരു നല്ല അന്തരീക്ഷത്തിൽ കൊണ്ടുപോകാൻ തൗഫീഖ് ചെയ്യണേ അല്ലാ. അള്ളാഹുവേ, വഹിക്കാനാവാത്ത ഭാരങ്ങളെ നൽകല്ലേ, ബുദ്ധിമുട്ടിക്കല്ലേ അല്ലാ, പ്രയാസപ്പെടുത്തല്ലേ അല്ലാ. ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ ഇൽമിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ الحاجات. اللهم ربنا أجرنا من النار. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم رب زدنا علما نافعا وعملا متقبلا ورزقا حلالا طيبا. اللهم أعنا على ذكرك وشكرك وحسن عبادتك. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا تقبل منا يا رب العالمين. وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله.